ഞാനൊരു കളരിപ്പയറ്റാശാനാണ്. എനിക്ക് 100-300 ശിഷ്യന്മാരുണ്ടായിരുന്നു. അടിമറ, ചരമം, ഗുസ്തി, തട്ട്, വർമ്മം. ഞങ്ങളുടെ മേക്കോട് ഫാമിലിയാണ്, കളിക്കോളയ്ക്കടുത്ത്. വലിയ ഗുണ്ടകളാ നടന്നവരാണ്. എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഗുണ്ട കാണിച്ചു മരിച്ചുപോയി. എന്നെ ദൈവം രക്ഷിച്ചത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ വളരെ ആള് മോശമാണ്. എൻ്റെ ബൈക്ക് എപ്പോഴും ഒരു ബട്ടൺ കത്തി കാണും. ST ബൈക്കാണ്. ST ബൈക്കിൻ്റെ പമ്പറിൽ ഞാൻ വലിയ വെട്ടുവാള് വെച്ച് മുറുക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഒരു കുപ്പി ബ്രാൻഡി വെച്ചേക്കും. കുടിച്ചു തോന്നിയാസം പോലെ ജീവിക്കും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ജീവിച്ചു ഞാൻ. എൻ്റെ സങ്കല്പം എനിക്കൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ മക്കളെ 4 മക്കളെയും ഡോക്ടർ പഠിപ്പിച്ചു. ഞാൻ ഒരു കളരിപ്പയറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സ്നേഹിതന്മാരായ ചീഫ് സെക്രട്ടറിമാരുണ്ട്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, സ്നേഹിതന്മാർ എനിക്കുണ്ട്. ഞാൻ ക്ലിനിക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇന്ത്യയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൃപയാൽ ഇന്നും എൻ്റെ സ്നേഹിതന്മാരായി ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ലോകത്തിൽ മക്കളെയൊക്കെ ഡോക്ടർ പഠിപ്പിച്ച് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നാണ് എൻ്റെ സങ്കല്പം. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ഞാനും 1-2 ആളുകളുമായിട്ട് അതിൽ ട്രൈ ചെയ്തു. എൻ്റെ സ്നേഹിതന്മാർ 3-4 പേര് മെഡിക്കൽ കോളേജിന്റെ പെർമിഷൻ വാങ്ങിച്ചു. ഞാൻ ഭയങ്കര വെള്ളമടിക്കുന്നവനാണ്, ദുഷ്ടനാണ്. അല്ലേലിയ സ്വോത്രം എന്ന് പറഞ്ഞാൽ കല്ല് പറിക്കെറിയും ഞാൻ. ഇവര് വയറ് വളയ്ക്കാൻ വേണ്ടി വീട് വീടാ നടക്കുന്നവരാണ്. പന്നി പയവളാണ്, ആണത്വം ഇല്ലാത്തവന്മാര്. പന്നിയുടെ ആ രോമങ്ങളെ വെട്ടിയെടുത്തതുപോലെ ഒരു മീശയും ചെത്തി കള്ളന്മാര് വീട് വീടാ തെണ്ടി നടക്കുകയാണ്. ജോലി ചെയ്യാതെ കള്ളന്മാരെന്ന് കല്ല് പറക്കി എറിഞ്ഞു വരട്ടും. എന്റെ വീട്ടിനടുത്ത് കൂടി ആളുകൾ ട്രാക്ടർ കൊണ്ടുപോയാ എന്റെ കളരിപ്പയറ്റിലെ ശിഷ്യന്മാരെ വെച്ച് വിരട്ടണമെന്ന് പറയും. അവര് മൂക്കളവിന്റെ കമ്പ് കൊണ്ട് ഹല്ലേലൂയാ സ്തോത്രം എന്ന് പറയും. അവര് ദൈവം പറയും, ദൈവമേ ഈ ചെറുപ്പക്കാരന്മാരെ രക്ഷിക്കണമേ എന്ന് പറയും. യേശു എന്നെ രക്ഷിച്ചു. യേശു കൂട്ടാളിയായി വായിക്കാൻ കിട്ടി. ഞാനൊരു പേര് ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും ഞങ്ങളും ഒത്ത് ബ്രാൻഡി കുടിക്കും. അങ്ങനെ തോന്നിയാസം പോലെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി ഞാൻ 2, 3, 4 ദിവസമാകും 100-200 ലിറ്റർ തൈലം കായ്ക്കും, എണ്ണ മരുന്ന് വയ്ക്കും. 100-200 ലിറ്റർ 3 ദിവസം 4 ദിവസം തീ വയ്ക്കും. അപ്പൊ എന്റെ ശിഷ്യന്മാരവിടെ ഒരു അടിമറ ഒരു ചമട് പറഞ്ഞു കൊടുത്താ അവര് 2 ദിവസം നിന്ന് ജോലി ചെയ്യും. ഒരു ചമടിനെ 2 പിരിച്ചു കൊടുക്കും. ഒറ്റ ചമട് 12 ഇരുന്നാൽ ഈ 12 ചമടിനെ 24 ചമടായി പൊളിച്ച് അവനെ 24 ദിവസം പഠിപ്പിച്ച് പൈസ വാങ്ങിക്കും. അങ്ങനെ പെട്ടവർത്തനാണ്. 108 വർമ്മമുണ്ട്, പറഞ്ഞു കൊടുക്കും. വർമ്മത്തിന്റെ 4 നെല്ല് 1 നെല്ല് മാറ്റി കൊടുക്കും. അവൻ പിതിക്കിയാ വീഴില്ല, നമ്മൾ പിതിക്കിയാ വീഴും. എന്താശാനെ പിതിക്കിയിട്ട് ഇളവിയില്ല? ഹല്ലേലൂയ. അത് മര്യാദക്കാരനെ മർമ്മം പഠിക്കാൻ പറ്റും. തൊട്ട ഉടൻ മാളുംകാലം 108 തൊടുവർമ്മം 96, പടുവർമ്മം 12. 12 തട്ടിയാ വീഴും, തൊട്ടാൽ ഒന്നുമില്ലെന്ന് മനുഷ്യന്റെ ജീവിതം. ഹല്ലേലൂയ. പഠിച്ച നല്ല കുളിക്കാനും ചാടാനും ഓടാനും വളരെ ഭയമായിരിക്കും. ആളുകൂട്ടത്ത് ബസ്സിൽ കണ്ടാലും നമ്മൾ പേടിച്ചാണ് പോണത്. പഠിച്ചതുകൊണ്ട്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നല്ലൊരു ഡോക്ടറാണ് ക്ലിയറാ പഠിച്ച, ക്യാൻസർ രോഗത്തെ പഠിച്ച അവൻ ക്യാൻസർ എന്നാ വിറയ്ക്കും. പ്രഷർ എന്ന് പറഞ്ഞാൽ അവൻ വിറയ്ക്കും. ഷുഗർ എന്ന് പറഞ്ഞാൽ വിറയ്ക്കും. പഠിക്കാത്തവെന്നൊന്നും. അങ്ങനെ ഇരിക്കുമ്പോ ഈ വാർപ്പിലെ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കുന്നു. അതിനകത്ത് തീ കനൽ ഒരു ഭാഗത്ത് ഒതുക്കി. അപ്പോ വളരെ ചൂടാണ്. അപ്പൊ എന്റെ ഉള്ളത്തിൽ ഒരാൾ പറയാണ്, മകനെ മോഹൻ സിംഗ്, നരകത്തിൽ പോകാതിരിക്കാൻ നീ എന്ത് ചെയ്തു? നീ നിന്റെ മുഴു ശരീരവും നരകത്തിൽ പോയാ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറയും 5 പഞ്ചഭൂതം വിസ്തരിക്കാൻ സമയമില്ല. 5 പഞ്ചഭൂതം മരിച്ചാൽ 5 പഞ്ചഭൂതവും 5-ലാകും. കാറ്റ് കാറ്റോട് മണ്ണോട് പോകും. മരിച്ചാൽ ഒന്നുമില്ലെന്നുള്ള ദൃഷ്ടാന്തമുള്ളവനാണ്. എന്നോട് ദൈവം സംസാരിച്ചു, നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? തീയുടെ ചൂട് എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോ ദൈവം പറഞ്ഞു, നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? അപ്പൊ എന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സൗണ്ട് കേട്ട് നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? ഭാര്യ പറഞ്ഞത്, നിങ്ങൾക്ക് അടുപ്പിന്റെ അടുത്ത് ഇരിക്കുമ്പോ പിന്നെ തീയുടെ ചൂടില്ല, പിന്നെ എന്തൊരു കാണും? എന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അടുപ്പിന്റെ അടുത്തിരിക്കുമ്പോ തീയുടെ ചൂടില്ല നിങ്ങൾക്ക് തോന്നും സാറേ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ച് ചിലപ്പോ തീയുടെ ചൂട് കൊണ്ട് തോന്നിയതായിരിക്കുമെന്ന്. കുറച്ച് ദിവസം കിടന്നിട്ട് രാത്രി ഉറങ്ങിയ സമയത്ത് എന്റെ പേരിനെ യേശു വിളിച്ചു പറഞ്ഞു,
മോഹൻ സിംഗ് എഴുന്നേൽക്ക, ഞാൻ വേഗം വരുന്നു. എന്നെ വിശ്വസിക്കാതെ മരിച്ചു പോകുന്നവൻ നരകത്തിൽ പോകുന്നു. ആർക്കും പേടിക്കാതെ പ്രസംഗിക്കുക. എന്നെ വിശ്വസിക്കാതെ മരിച്ചു പോകുന്നവൻ നരകത്തിൽ പോകുമെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആശുപത്രി ക്ലിനിക്കിൽ അവിടെ 2-3 ഉണ്ടായിരുന്നു. അവിടെ വരുന്ന എല്ലാ പാവപ്പെട്ടവന്റെ അടുത്തും, പിച്ചക്കാരന്റെ അടുത്തും, പണക്കാരന്മാരുടെ അടുത്തും, ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും, ആഫീസർമാരുടെ ഞാൻ ഇങ്ങനെ പറയും, മരിച്ചാൽ നരകം സ്വർഗമെന്ന്. അന്ന് അനേകർ പറഞ്ഞു, സാറേ നരകവുമില്ല സ്വർഗവുമില്ല, എല്ലാം ഇവിടെയാണ്. മരിച്ച കാറ്റോടും മണ്ണോടും പോകുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കാറ്റോടും മണ്ണോടും പോകുമെങ്കിൽ സൈക്കിൾ ടീമിൽ കാറ്റ് പോയാൽ പമ്പ് വെച്ചടിച്ചാൽ ഏറും. കാറിന്റെ ടയറിൽ കാറ്റ് പോയാൽ കംപ്രഷൻ മെഷീൻ വെച്ച് അടിച്ചാൽ ഏറും. മനുഷ്യന്റെ കാറ്റ് പോയാൽ മൂക്കിൽ കംപ്രഷർ വെച്ച് അടിക്കണം സാറേ, കാറ്റ് വരും. അയാളെ നാക്ക് വർത്തമാനം നിന്നു. ഇല്ല, മരിച്ചാൽ നരകമുണ്ട്. മനുഷ്യന്റെ ജീവൻ ലോകത്തല്ല. എനിക്കൊന്നറിയാം, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ആരും നരകത്തിൽ പോകല്ലേ, എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ വരുന്ന ശിക്ഷാവിധിയെ നീ എങ്ങനെ തെറ്റി ഒഴിയും? കരയണം, പ്രാർത്ഥിക്കണം, സ്വർഗത്തിലെത്തണം. നരകത്തിൽ ആരും പോകരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.